ഗായ്സ് എല്ലാ ലെറ്റ്സ് സീരീസിന് 27ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മാപ്പ് വാളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ സൈഡിലാണ് മാപ്പ് വാൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഫർണസ് ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഓട്ടോമാറ്റിക് സ്മെൽറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഫർണസ് ഒക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ചുമ്മാ കിടക്കുവാണ്. ഇവിടെ വേറൊരു സംഭവം ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു 6 ബ്ലോക്കിൽ നമ്മൾ ഒരു മാപ്പ് വാൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രോജക്റ്റ് ബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ബോർഡ് ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ ഈ ഒരു മാപ്പ് വാൾ സെറ്റ് ചെയ്യണം ഗൈസ്. ഈ 6 മാപ്പ് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്രിയേറ്റീവ് വേൾഡിൽ ചെയ്ത് നോക്കിയായിരുന്നു ഈ ലൈനിൽ എത്ര ഒരു വരുമെന്ന്. കാരണം ഞാൻ ഇവിടെ എല്ലാം ഈ ഒരു ലെസ് പ്ലെയർ തന്നെ എനിക്കൊരു ക്രിയേറ്റീവ് കോപ്പി വേൾഡുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബിൽഡിങ്സിനും ഒരു അതിലുണ്ടാക്കി നോക്കിയിട്ടാണ് ഞാൻ അതിന് ശേഷമാണ് ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മാപ്പും കൂടെ ഞാൻ അതിനകത്ത് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒരു 6 മാപ്പ് തന്നെ നമുക്ക് വേണം. അപ്പോൾ അതിനുള്ള പണികൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ എന്തായാലും അവിടെ നമുക്ക് എം ഡി മാപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മറ്റേ ഷുഗർ കെയിൻ വേണം, ഇത് പേപ്പർ വേണം. അപ്പോൾ ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം പോരാ, നമുക്ക് ഒരുപാട് ഷുഗർ കെയിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ ഞാൻ നോക്കിയിട്ട് വരാം. ഇല്ലെങ്കിൽ നമുക്ക് AFK നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് AFK നിൽക്കേണ്ട ഗൈസ്. നമുക്ക് നമുക്ക് കുറച്ച് സൈൻ ബോർഡ് എടുത്തിട്ട് മറ്റേ പ്രോജക്റ്റ് ബോർഡിൻ്റെ പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഷുഗർ കെയിൻ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് AFK നിൽക്കേണ്ടി വരും. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു പ്രൊജക്റ്റ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് സൈൻ ബോർഡ്സ് ഒക്കെ നടക്കാം. ഞാൻ എന്തായാലും കുറച്ച് സൈൻ ബോർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നെതറിലെ മറ്റേ വാർപ്പിൾ വുഡിൻ്റെ സംഭവം ആയതുകൊണ്ട് ഇച്ചിരി കളറിൻ്റെ ഒരു പ്രശ്നമാണ്. കുഴപ്പമില്ല ഗൈസ്, നമുക്കിപ്പോൾ തൽക്കാലത്തേക്കുള്ള സംഭവമൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ എഴുതി വെക്കാം ഗൈസ് പ്രോജക്റ്റ് ബോർഡിൽ നിന്ന്. ഓക്കെ, പ്രോജക്റ്റ് ബോർഡ്. ഓക്കെ, അതിന് നമുക്കൊന്ന് കളറും കൂടെ ചെയ്തേക്കാം ഗൈസ്. നമ്മളിൽ മറ്റേ ഒരു ഗ്ലോയിങ് സാക്ക് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇത് മൊത്തം ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം എടുത്തിട്ട് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് സൈൻ ബോർഡ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ സംഭവം എഴുതി വെച്ചിട്ട് ആദ്യത്തെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്, പിന്നെ നെതർ പോർട്ടൽ ബിൽഡ്, ഷൾക്കർ ഫാം, പിന്നെ കസ്റ്റം ഐലൻഡ് ഫാം അല്ല കസ്റ്റം ഐലൻഡ് വില്ലേജ്, പിന്നെ ഒരു ഹോഴ്സ് ബിൽഡ്, വാട്ടർ ഫൗണ്ടൻ ബിൽഡ്, പിന്നെ മിനി ഹൗസ് ബിൽഡ്, പിന്നെ ക്രീപ്പർ ഫാം അപ്ഗ്രേഡ്, ഷുഗർ ഫാം അപ്ഗ്രേഡ്. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി വേറെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ വല്ല ഷുഗർ കെയിൻ വായെന്നൊക്കെ നോക്കിയിട്ടാം നോക്കാം. ഇപ്പോൾ 2 എണ്ണം കൂടി. അയ്യോ, അല്ല എൻ്റെ കയ്യിലുണ്ടോയെന്ന് ഞാൻ നോക്കിയില്ലല്ലോ. അവിടെ നോക്കിക്കാം എൻ്റെ ചെസ്റ്റിനകത്ത് വല്ലതും ഉണ്ടോയെന്ന്. ഒന്ന് പോലും ഇല്ല ഗൈസ്, ഒരു ഷുഗർ കെയിൻ പോലും ഇല്ല. ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിയില്ലല്ലോ. ഇവിടെ പണ്ടയില്ല. ഇവിടെ ഞാൻ പണ്ട് മറ്റേ ഈ ഷുഗർ കെയിൻ്റെ ചെറുതായിട്ട് കൃഷിയൊക്കെ നടത്തിയായിരുന്നു. ഈ മാനുവലായിട്ട് നമുക്ക് ഫാർം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പെട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് മറ്റേ എന്തായിരുന്നു ഒരു മാപ്പ് വെക്കാനായിട്ടുള്ള മറ്റേ സംഭവമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഒരു ഐറ്റം ഫ്രെയിമൊക്കെ അതിനുവേണ്ടി നമുക്ക് ലെതർ വേണം. പിന്നെ മറ്റേ ലെതറും പിന്നെ സ്റ്റിക്ക് മതി. ഒന്ന് പറഞ്ഞു നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ എല്ലാം കിട്ടുവാണെങ്കിൽ അവിടെ അല്ലാണ്ട് നമ്മൾ പിന്നെ തന്നെ ഫാർം ഉണ്ടാക്കി. വേണ്ട ഹോഴ്സിനെ കൊല്ലുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ കൊല്ലുക. പാവങ്ങൾ. എന്തായാലും പിന്നെ നമുക്ക് 3 എണ്ണം കിട്ടി. നമുക്ക് 3 എണ്ണം ഒന്നും പോരാ. ഒരു 8 എണ്ണം അല്ല 6 എണ്ണം എന്തായാലും 2-3 എണ്ണമൊക്കെ നമുക്ക് വെറുതെ പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു മാപ്പ് തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ട. എന്നാലും കുറച്ചുകൂടെ നമുക്ക് എടുത്തേക്കാം. എന്നാലും നമുക്ക് MD മാപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര എണ്ണം വേണ്ട സത്യത്തിൽ കാണിക്ക് തരും തോന്നുന്നു. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഫുൾ പേപ്പർ വേണം. 9 പേപ്പർ വേണം ഗൈസ് നമുക്ക്. ഓക്കെ, ലെതറായിട്ട് 13 ലെതറുണ്ട്. നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഒരു 6 മതി. അതിന് കുഴപ്പമില്ല. ഇപ്പോൾ അല്ല ഞാൻ എന്തിനാ ലെതർ എടുത്തേ? ഞാൻ നിങ്ങളോട് എന്നിട്ട് പറയുകയും ചെയ്തു ലെതർ വെച്ചിട്ടാണ് മാപ്പുണ്ട്. ലെതറും മാപ്പോട്ട് എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടെ ഇരുന്നോട്ടെ. ഞാൻ എന്തിനാ ഈ 6 തന്നെ മതിയായിരുന്നു. നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാനുണ്ട്, അത് മാപ്പ് ഉണ്ടാക്കാനല്ല. നമുക്ക് ഈ 5 എണ്ണം കൂടെ വെച്ച് ഞങ്ങൾക്ക് ഐറ്റം ഫ്രെയിം വെക്കേണ്ട കോളം കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് പറ്റുന്ന മാപ്പൊന്നും ഉണ്ടാക്കി നോക്കാം. ഇതിലിപ്പോൾ 7 ഷുഗർ കെയിൻ എങ്ങാണ്ടുണ്ട്. ഓക്കെ, അല്ല ഈ ഷുഗർ കെയിനായിട്ട് വേണ്ട, മാപ്പായിട്ട് വല്ലതും എൻ്റെ ബേസ് ഇരിപ്പോഴെന്ന് എനിക്ക് അറിയത്തില്ല.
അതുകൂടെ നമുക്ക് നോക്കണം. പേപ്പർ അതാണ്ടിരിക്കുന്നൊരു പേപ്പർ. ഇല്ല വേറെ പേപ്പറൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു മാപ്പ് ഉണ്ടാകും ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ നമുക്ക് ഈ ഒരു വർഷം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തായാലും താഴെ ഇത് എവിടുത്തെ മാപ്പാണെന്ന് എനിക്കറിയത്തില്ല. താഴത്തെ ആയിരിക്കും. അതന്നെ ഇവിടുത്തെ. ഗൈസ് നമുക്ക് ഒരു മാപ്പർ ഉണ്ടാക്കാനുള്ള ഷുഗർ കേൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്താൽ ഒന്നുകൂടെ. ഇതാണ് 2 ക്രീപ്പ് 3 ക്രീപ്പർ. ഓക്കെ, വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. ഇത് മുകളിലായിരിക്കും വെക്കേണ്ടത്. അത് തന്നെ. ഇനി നമുക്ക് സൈഡത്തെല്ലാം വേണം. ഗൈസ് എൻ്റെ കുറച്ച് ബോൺ മീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് ബോൺ മീൽ ഇരുന്ന് നോക്കാം ഗൈസ്. ഷുഗർ കേന്. ഓക്കെ, ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റത്തില്ല. ഏതൊക്കെ നിൽക്കാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം നിർത്തി പിടിക്കുന്നത്. അല്ല 39 ധാരാളം ഗൈസ്. ഇത് കുറേ കിട്ടുമല്ലോ. അല്ല നമുക്കിനി പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കിച്ചൻ ഉണ്ടെന്ന് കുഴപ്പമില്ല. ഓക്കെ, കഴിഞ്ഞ് ഇനിയൊന്നും നമുക്ക് പറ്റത്തില്ല. ഗ്ലാസ് എന്ത് നമുക്ക് തിരിച്ചു വെച്ചാൽ ഗൈസ്. ഓക്കെ, എത്ര വരുന്നേ ഉള്ളൂ പീസ്. ഓക്കെ, എന്തായാലും വരണം. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് എല്ലാം ചെയ്യാം ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് 2 മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് പറന്ന് പോകാം ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ചാൽ ഗൈസ്. ഈ സൈഡിൽ ഇവിടെയാണോ അല്ല താഴെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു മുകളിലത്തെ സ്ഥലം എടുക്കണം. കൈ വാടേ. അയ്യോ, പേടിച്ചേനെ. ഈ ഒരു സ്ഥലം നമുക്ക് വേണ്ടത്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, നമ്മൾ വരച്ച സ്ഥലം ഞാൻ നോടെ കിട്ടി. ഇതന്നെ ഞാൻ വെറുതെ കുറേ റോക്കറ്റ് കളയുന്നുണ്ടല്ലേ. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മാപ്പ് വേണം. നമ്മുടെ 2 കേസ് നമുക്കിനി സെറ്റ് ചെയ്യാം. മാപ്പിനൊക്കെ ഭയങ്കര വിലയാണ് കേസ്. ഒന്നുകൂടെ ദൈവമേ, അത് തന്നെ ആയിരിക്കണേ. ഓക്കെ, ഇതിവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ കേസ്. നമുക്ക് ആകെ വേണ്ടത് ഒരു മാപ്പാണ്. ഓക്കെ, ഇത് താഴത്തെ വേണം. ഓക്കെ, ഇനി നമുക്ക് അതുകൂടെ വരക്കാം. ഇതല്ല, ഇത് മറ്റേത്. ഓക്കെ, പഠിച്ചു. ഭാഗ്യം. അത് തന്നെ എന്നെ വന്നത്. മാപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അയ്യോ, ഞാനീ ഒരു എപ്പിസോഡിൽ തന്നെ ഒരു സ്റ്റാക്ക് റോക്കറ്റ് വേസ്റ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇത്ര നാൾ ചെയ്ത പ്രോജക്റ്റ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു സൈഡ് മൊത്തം നമ്മുടെ മറ്റേതായിരുന്നു ഫാർമിംഗ് ഐലൻഡ്. ഈ സൈഡ് മൊത്തം നമ്മുടെ ബേസ് ഐലൻഡ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കസ്റ്റം ഐലൻഡ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ചെയ്യുന്നുണ്ടല്ലേ മറ്റേ ഇവിടെ അതേണ്ട കസ്റ്റം ഐലൻഡ് വില്ലേജ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇവിടെ ഏതൊരു സ്ഥലത്ത് ഒരു ഐലൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു വില്ലേജ് ചെയ്യണം. അതുകൂടെ നമുക്കൊരു പ്രോജക്റ്റാണ്.